ഗൈസ്, എല്ലാവർക്കും SSK പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലിമ്പി അച്ചാറാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇലിമ്പി എടുത്തിട്ട് മുറിക്കുകയാണ്. ഇലിമ്പി നമ്മൾ നല്ലോണം മുറിച്ചിടുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചെറുതായി മുറിച്ചിട്ടാണ്. നമുക്കിപ്പോൾ വട്ടത്തിലാണ് നമ്മളിത് എല്ലാം മുറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കത്തിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മുറിച്ച് കഴുകാം. ഇനി നമ്മൾ ഒരു അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട്. നമ്മൾ സിമ്മിലാക്കിയിട്ടാണ്, സിമ്മല്ലത് ഫുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. കല്ലുപ്പ് നല്ലോണം വാടി വരണം. കല്ലുപ്പ് നല്ലോണം വാടുന്ന പറഞ്ഞാൽ കാപ്പി കളറാവുന്ന രീതിയിലാണ്. കാപ്പി കളറാവുന്ന രീതിയിൽ നമ്മൾ നല്ലോണം ഇളക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇത് നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ കല്ലുപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റാക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഇതേ കളറിലായി വരണം. ഇനി അടുത്ത കടുക് ഇടുന്നുണ്ട്. കടുക് അതേമാതിരി പൊട്ടുന്ന രീതിയിലാവുന്നുണ്ട്. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം നമ്മൾ ഉലുവയും കടുകും നല്ലോണം ഇതാകട്ടെ. കടുക് പൊട്ടുന്ന വരെ ഒന്ന് നല്ലോണം റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് മൂത്തക്കൊക്കെ തെറിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലോണം യോജിപ്പിക്കാം. നമുക്കൊന്നും കൂടി ഇളക്കി നല്ലവണ്ണം. നമ്മളിതില്ലേ അച്ചാർ പൊടി ചേർക്കുന്നില്ല, അതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അച്ചാർ പൊടിക്കുള്ള മറ്റൊരു മാർഗമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് 50 വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു അച്ചാറിട റെസിപ്പിയാണ്. എൻ്റെ ഉമ്മാമയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഇളക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ ഏകദേശം നല്ലോണം ഇളക്കി ഒരു പരുവം റെഡിയാവാനുള്ളതായിട്ടുണ്ട്. ഇനി നമ്മളത് നേരെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതും നേരത്തെ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ച ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അറിയാമല്ലോ, എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൽ നല്ലോണം അത് തിളക്കട്ടെ. തിളച്ച് വന്നാൽ നമ്മളതിലേക്ക് എന്ത് ചെയ്യണം, നല്ലോണം തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എണ്ണ തിളക്കട്ടെ. ഇതിപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളത്ര അളവിന് എടുക്കാം. ഇപ്പോൾ എണ്ണൻ്റെ അളവ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എണ്ണ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടപ്പോൾ തന്നെ കുറച്ച് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. ഇതിലേക്ക് ഇലിമ്പിടാൻ പോവാണ്. തുടങ്ങിയിട്ടുണ്ട്. കുറച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. നന്നായിട്ട് ഇതിൽ കൊള്ളും നരാധന കൊണ്ടാണ് കുറച്ചിട്ടിട്ടുണ്ട്. ഒട്ടുതെറിഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല ആരും. അതുകൊണ്ട് നമ്മൾ ഈ ഇലിമ്പി അച്ചാറാണ് ചെയ്യുന്നത്. ഇലിമ്പി നല്ലോണം ഇട്ടിട്ടുണ്ട്.
നേരത്തെ പൊടിച്ചു വെച്ച സാധനം നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങൾ പൊടിക്കുകയാണ്. പൊടിക്കാൻ വേണ്ടി നമ്മളതൊക്കെ ജാറിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാണുന്ന പരുവത്തിലേക്ക് പച്ച കളർ മഞ്ഞ കളർ ഒക്കെ ആയി വരും. അപ്പോഴത്തേക്ക് നമ്മൾ പൊടിക്കാണ്. നമ്മൾ നല്ലോണം പൊടിക്കേണ്ടതുണ്ട് വെച്ചാൽ ആ കല്ലുപ്പ് ഒന്ന് കടിക്കരുത്. ഇനി നമുക്ക് ആ പൊടി ഇതിലേക്ക് കുറച്ച് ആവശ്യമുള്ളത്ര കുറച്ചീച്ച ഇടണം. ഞങ്ങൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് 3 ടീസ്പൂണ് മുളക് പൊടി കൂടി ഞങ്ങൾക്ക് വേണ്ടത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര മുളക് പൊടി ഇടാം. എരിവ് കൂടിയാൽ ഫിലിമിയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് അത്യാവശ്യം എരിവും ഈ പുളിയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നല്ലോണം നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ എല്ലാം നല്ലോണം പിടിച്ച് നിൽക്കുന്ന രീതിയിലായിട്ടുണ്ട്. വീണ്ടും വരെയാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആ പൊടി എന്താക്കാണ് ചെയ്യുന്നത്, ആ പൊടി നമ്മൾ വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം.